ഇന്നേ ഉണക്കക്കൊഞ്ചും പച്ചമാങ്ങയും കൂടെ തോരൻ വയ്ക്കാം. കണ്ടോ ഉണക്കക്കൊഞ്ച് കണ്ടോ, ഇത് ഞാൻ പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ കാണിക്കാം ഏത് പാക്കറ്റായിരുന്നെന്ന്. ഉണക്കച്ചെമ്മീൻ പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, കേരളത്തിൻ്റെ പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു, മലയാളമൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ ഇത് ഒന്ന് ചൂടാക്കുക. ആദ്യം ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. 1 കപ്പ് ഉണക്കക്കൊഞ്ചായിരുന്നു. കൊഞ്ചിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതൊരു മുറത്തിലോട്ട് തട്ടിയിടും. മുറം എനിക്കില്ല, പകരം ഉടൻ ട്രേ. നാട്ടിൽ ചിരട്ട വെച്ച് ഇങ്ങനെ ആക്കും. അപ്പോൾ അതിൻ്റെ അകത്തും തലയൊക്കെ ഒന്ന് മുറിഞ്ഞു പോവുകയും മുള്ളൊക്കെ മുറിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. കൈയും കാലമൊക്കെ ഇല്ലേ, ഇതൊക്കെ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. ഞാനിപ്പം എനിക്ക് ചിരട്ട ഇല്ലെങ്കിലും ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമാം. എൻ്റെ വീട്ടിലെ മെത്തേഡാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത്. ഇവിടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം ബേബി ഷ്രിമ്പിൻ്റെ തലയൊക്കെ നല്ലതാണ് കഴിക്കാൻ, തലയും വാലും ഒക്കെ. പക്ഷെ ഞാനെന്തായാലും എടുക്കുക. തലയൊക്കെ പോയാൽ വീഴുന്നത് ഇങ്ങനെ തിരുമുമ്പം തന്നെ കേട്ടോ. ഇല്ലാത്ത അവിടെ എവിടെയോ ഉണ്ടെങ്കിൽ മാത്രം പറിച്ച് കളഞ്ഞാൽ മതി. പാറ്റാനില്ലാത്തവരെ ഞാൻ മേളിൽ നിന്ന് പറക്കിയെടുക്കും. ഇത് കണ്ടോ, തലയെല്ലാം മിച്ചം വന്ന് ബാക്കി ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ പൊടിയും കിടപ്പുണ്ട്. കണ്ടോ, ക്ലീനാക്കി. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമ്മൾ വൃത്തിയാക്കിയില്ലേ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണേ. അതൊന്ന് കുതിരണമല്ലോ. ഇട്ട് പച്ചമാങ്ങയും കൂടെ യൂസ് ചെയ്യുന്നേ. എന്തോ വലിയ മാങ്ങയെന്ന് നോക്കി, കൈ പിടിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ചെത്തത്തില്ല, അവിടെ ഇവിടെയൊക്കെ ചെത്തി കളയത്തുള്ളേ. നീളത്തിൽ കനം കുറച്ച് കീറിയിടാം. ഒരു കപ്പ് മാങ്ങയാണ് എടുക്കുന്നത്. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, മാങ്ങയല്ലേ, എന്തും കുടഞ്ഞോളുമല്ലോ. പച്ചമുളക് എനിക്ക് ആവശ്യമുള്ളത് ഇടണേ. കുഞ്ഞുള്ളി 4-5 എണ്ണം എടുക്കണേ. ഇഞ്ചി ഒരു കുഞ്ഞ് പീസ്. തേങ്ങ 1/2 കപ്പ്. സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. അരയ്ക്കുമല്ല, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നാണേ. നാട്ടിലേ ഇതും കൂടെ കല്ലേ വെച്ച് ഞെരിടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ജ്യൂസൊക്കെ നിറങ്ങും. പകരം ഞാൻ കൈ വെച്ചൊന്ന് ഞെരിടുക. എന്നിട്ട് മാങ്ങ അത് കഴുകി വാരിയത് അതിലോട്ടിട്ടു. കരിയാപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അരച്ചുകൊണ്ടൊന്ന് അരപ്പാണേ. കണ്ടോ, അരച്ച് പേസ്റ്റ് ആക്കിയിട്ടില്ല. കറിക്കുള്ള പോലെയല്ല, തോരനല്ലേ. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകി ഒരല്പം, ഇച്ചിരി മതിയല്ലോ. ഞാനിത് കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരടി വയ്ക്കും. അപ്പോൾ എല്ലാം കൂടെ തത്തിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ചു. അവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. മാങ്ങയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണിത്. തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഉള്ളതങ്ങ് പറ്റി കഴിയുമ്പോൾ ഇവിടെ മാങ്ങ കൊഞ്ച് തോരൻ റെഡിയായി. പിന്നെ ഉണക്ക കൊഞ്ച് പച്ചമാങ്ങ തോരൻ, നാടൻ കൊഞ്ചിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. വലിയ പുളിയുള്ള മാങ്ങയല്ല, പെർഫെക്റ്റ് ഒരു തോരനാണേ. തോരൻ കൂട്ടാൻ ബെസ്റ്റാണ് ഒരു കച്ചിമൂരിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ.